രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയുന്നു, റായ്ബറേലി നിലനിർത്തും. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം രണ്ടിടത്ത് മത്സരിച്ചപ്പോഴേ നമുക്കറിയാം ഇവിടെ ജയിച്ചാൽ ഈ സീറ്റ് ഒഴിയുക എന്നുള്ളത്. പിന്നെ ഉള്ളത് ഈ സീറ്റിൽ ആര് വരും എന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെ വയനാട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് റായ്ബറേലിക്കും വയനാടിനും സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇപ്പം നമുക്ക് പുതുതായി കിട്ടുന്ന ഒരു വാർത്ത, നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുണ്ടെങ്കിലും പുതുതായി വരുന്ന ഒരു വാർത്ത, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തും എന്നുള്ളതാണ്. അത് സത്യമാകുമോ? സത്യമാകുന്നതാണ് നല്ലത് കോൺഗ്രസിന്. അദ്ദേഹം ഒരുപാട് അടിപിടിച്ചാവും നിയമസഭാ ഇലക്ഷന് മുമ്പ് സീറ്റിന് വേണ്ടി. മുരളിക്ക് അതിന് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മുരളിക്ക് ആ സീറ്റ് കൊടുക്കാൻ പലർക്കും താല്പര്യമുണ്ട്. കാരണം മുരളി നിയമസഭയിൽ ഉണ്ടാകാൻ പാടില്ല, ഡൽഹിയിലേക്ക് വിട്ടു. അപ്പൊ സ്വസ്ഥമല്ലോ. അതുപോലെ ഒരു തന്നെ കയറ്റി വിട്ട് ഇപ്പൊ സമാധാനമായിട്ട് ഇരിക്കുകയാണ് ഷാഫി. കാരണം കോൺഗ്രസിന് ഒരു കൗൾപ്പുളമായിരുന്നു ഷാഫി. ഷാഫിനെ കയറ്റി വിട്ട് സമാധാനമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അവൻ വിളിച്ച് തലയും വെച്ച് കൊടുത്തു. അതുപോലെയാണ് ഇപ്പൊ മുരളീധരന്റെ കാര്യത്തിൽ. അപ്പൊ മുരളി അല്ലെങ്കിൽ പിന്നെ ഇവരെ തമ്മിൽ അടികൂടും. കോഴിക്കോടൊക്കെ ഒരുപാട് കോൺഗ്രസ് ഉണ്ട്. എത്ര കാലായി, നിയാസ്ക, പല ആളുകളും, പ്രവീണ്, ഇവരൊന്നും ഒന്നും ആയില്ല. അവിടെ പാർട്ടി ഇല്ലല്ലോ. നേതാക്കന്മാരുടെ പാർട്ടി ഇല്ല. പ്രവീണാണ് കോഴിക്കോട് DCC പ്രസിഡന്റ്. പിന്നെ ഇത് 3 സ്ഥലങ്ങളിലായിട്ട് 3 ജില്ലകളായി വ്യാപിച്ചെടുക്കുന്ന മണ്ഡലമാണ്. കോഴിക്കോട് അതിൽ ഒരു മണ്ഡലമേ ഉള്ളൂ, ഈ തിരുവമ്പാടി. ബാക്കി പിന്നെ മലപ്പുറം, വയനാട്. അതാണ് ഇമ്പോർട്ടന്റ്. അപ്പം അവിടെയുള്ള ആളുകൾ ക്ലെയിം ചെയ്യാം. ലീഗ് ഏതായാലും വേണ്ടെന്ന് തോന്നിട്ടുണ്ട്. പക്ഷേ മലബാറിൽ ഇവരെ തമ്മിൽ അടി വരാനൊരു സാധ്യത. സൗത്തിലുള്ള ഏതെങ്കിലും മുസ്ലിം കോൺഗ്രസ്സുകാർ അവിടെ സ്ഥാനാർത്ഥിയാവാൻ ഷുവർ സീറ്റ് അല്ലേ? അങ്ങനെ ഷാനവാസ് വന്നു. രാഘവേട്ടൻ അവിടെ വരുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഷാനവാസ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. രാഘവേട്ടൻ പക്ഷെ ഭാഗ്യത്തിന് കോഴിക്കോട് ജയിച്ചു. പിന്നെ അതിപ്പം ഭയങ്കര വിജയമായി. എൻ്റെ ഒക്കെ തന്നെ കണ്ണടി പോയിട്ടുണ്ട്. ഞാൻ തോൽക്കുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്തൊരു വിജയമാണ്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഈ കോഴിക്കോട് ഈ പാർട്ടി ഇല്ലാന്ന് കോൺഗ്രസ് ഇഷ്ടം കൊണ്ടൊക്കെ ആളുകൾ വോട്ട് ചെയ്യുന്നതായിരിക്കും. എന്താ ഇപ്പോഴും എനിക്ക് പെരുന്നാൾ നാട്ടിൽ പോകണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കണം. അപ്പൊ എന്റെ കുടുംബക്കാരൊക്കെ എടാ നീ അതിന്റെ കാര്യമില്ല, രാഘവൻ ജയിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ, എന്റെ മകളൊക്കെ തന്നെ രാഘവേട്ടനോട് ഭയങ്കര വാക്കായിരുന്നു. അവരൊക്കെ കോൺഗ്രസ്സുകാരാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചിരിക്കും, ശരി നമുക്ക് കഴിഞ്ഞിട്ട് കാണാം. പക്ഷെ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ 10-20 അല്ലല്ലോ ഭൂരിപക്ഷം, 1.5 ലക്ഷം ഭൂരിപക്ഷം. അത് ശബരിമല അങ്ങനെ ഒരു വിഷയമില്ല. അപ്പം സോണിയാഗാന്ധി വരുന്നതാണ് അവർക്ക് നല്ലത്. പ്രിയങ്ക വരുന്നതാണ് നല്ലത്. പിന്നെ പ്രിയങ്ക വരുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രിയങ്ക വന്നാൽ പ്രിയങ്ക നല്ല ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കും. പ്രിയങ്ക വരുമോ? സ്വാഭാവികമായിട്ടും പ്രിയങ്ക വന്നു കഴിയുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. പ്രിയങ്ക വരൂ. വിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവരെ ചിലപ്പോ ചിന്തിച്ചേക്കാം, ഒരേ കുടുംബത്തിൽ നിന്ന് അങ്ങനെ പറയേണ്ടെന്ന് വിചാരിച്ചില്ല. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ അളിയനുണ്ട്, 1.5 അളിയനാണ്. അയാള് ഇവിടെ കൊണ്ട് നിർത്തുമോ? പറയാൻ പറ്റില്ല. അയാൾ എന്നാലും ജയിക്കുകയൊക്കെ ചെയ്യും. ജയിക്കും, വലിയ ഭൂരിപക്ഷം കിട്ടും. 50 വോട്ടിനെ ജയിക്കും. ചിലപ്പോ തോൽക്കാൻ സാധ്യതയല്ല. അവിടെ മുസ്ലിം ലീഗും ഈ വാദ്ര റോബർട്ട് എന്ന് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുള്ളൂ. പിന്നെ മുസ്ലിം ലീഗിന്റെ വോട്ടും കിട്ടും. ജയിക്കും, പക്ഷെ 50 വോട്ടൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ വാദ്രന് പൈസ ഉണ്ട്, ആകാശിറക്കും. അപ്പം വാദ്രയ്ക്ക് സാധ്യത ഇല്ലാതില്ല. ഏതായാലും സാധാരണ അവിടെ കോൺഗ്രസ് ജയിക്കുന്ന ഒരു മണ്ഡലം അത് പിന്നെ പ്രിയങ്ക ഗാന്ധി വരാനാണ് സാധ്യത. വന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നം. നിങ്ങൾ ഈ ന്യൂസ് ചാനലുകൾക്കും നിങ്ങൾക്കൊക്കെ ഭയങ്കര സിദ്ദിഖിന്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സിദ്ദിഖ് അവിടെ MLA അല്ലേ? സിദ്ദിഖ് ഈ ഷാഫിനെ പോലെ പാവല്ല. സിദ്ദിഖിന് പണി അറിയാം. സിദ്ദിഖിന് ഇവിടെ വെക്കാനാണ് താല്പര്യം. സിദ്ദിഖ് ഒന്നും എനിക്കൊന്നുമില്ല. മുമ്പാണ് സിദ്ദിഖിന് പറഞ്ഞ സിദ്ദിഖിന് വളരെ അനുസരിച്ചാ പറയായിരുന്നു. ഈ ഷാഫിക്ക് വടകനായിട്ട് ഭാര്യ കൂടെ അവിടെ ഉള്ളൂ, അതേ ബന്ധമൊന്നുമില്ല. പക്ഷെ അതുപോലെ അല്ലല്ലോ സിദ്ദിഖ് കോഴിക്കോട് DCC പ്രസിഡന്റ് ഒക്കെ ആയിരുന്നാണ്, കുന്നാങ്കലക്കാരനാണ്. വടകര അനുസരിച്ചാ പറയുന്നത്. സിദ്ദിഖ് പഠിച്ച ആളാണ്. പഠിച്ച ആ വാക്ക് എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് നമ്മളെ ഫ്രണ്ടാണ്. അല്ല, എനിക്ക് സിദ്ദിഖിന് ഇഷ്ടമാണ്. പഠിച്ച രാഷ്ട്രീയക്കാരനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ അതുപോലെ ഷാഫി കുറച്ച് നിഷ്കളങ്കമാണ്. അല്ല, ഞാനാണ് തല വെച്ച് കൊടുക്കില്ലല്ലോ. ഞാനാണ് ഷാഫിന്റെ സ്ഥാനത്തേക്ക്. ഷാഫി ഒരുപക്ഷെ ഭാവി മുഖ്യമന്ത്രി പോലും ആകാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ എന്താ അവന് പിന്നെ ഡൽഹിയിൽ ആ തണുപ്പത്ത് പോയിരുന്നിട്ട് എന്ത് ചെയ്യാനപ്പോ? ഡൽഹി പറ്റി ഷാഫി എന്ത് ചെയ്യാനോ? ഇവിടെയാണ് ഷാഫി അങ്ങനെ ഫയറല്ലേ? അതെ, ഇവിടെ അസംബ്ലിയിലായാലും ഡൽഹിയിൽ വന്നപ്പോൾ സത്യത്തിൽ നമ്മുടെ ഈ ബാലാദേവിക്ക് പറ്റിയ എങ്ങനെയാണ്? ബാലാദേവിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു പോസ്റ്റ് വേണം, ഒന്നെങ്കിൽ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ. അങ്ങനെ അധികം അവിടെയായിരുന്നു. ആ സമയത്ത് അങ്ങേക്ക് ഇരിക്കേണ്ട സ്ഥാനത്താണ് ഇപ്പൊ ആന്റണി. ഓക്കെ, രണ്ടാമതെങ്കിലും മുഖ്യമന്ത്രി ചെയ്തില്ല, അത് ഉമ്മൻചാണ്ടിക്ക് ചെയ്തിരുന്നു.
ഇനി വേറെ ലഭിക്കാൻ പറ്റൂല. അങ്ങനെ ഇങ്ങനെ തന്തമാരെ ഡൽഹിയിലേക്ക് മാറ്റുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ഒരു MLA പറഞ്ഞല്ലോ ഭയങ്കര പവറും, ഇന്ത്യയിൽ എവിടെയും പോവാം, ഗീൻ ചാനൽ അത് ഇത് ഒരുപാട് സംഭവമൊക്കെ ഉണ്ട്. പിന്നെ വലിയ നാട്ടുകാരെ കൊണ്ട് ശല്യമല്ലോ. MP ചെയ്യാൻ പറ്റുന്ന നാട്ടുകാർക്ക് അറിയാം. MLA അതല്ല, MLA ഒക്കെ നിരന്തരം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. നിങ്ങൾ ഹാപ്പി ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ പൊളിറ്റിക്കൽ കരിയർ അതോട് കൂടിയിട്ട് തീരും. അല്ലെങ്കിൽ പിന്നെ സ്ഥിരം ഡൽഹിയിൽ തന്നെ നിൽക്കാൻ താല്പര്യപ്പെടണം. അതെ അത് സ്ഥിരം ഡൽഹിയിൽ നിന്നിട്ട് മന്ത്രിക്ക് അത്രയും മതി എന്ന് ചോദിക്കും. നിങ്ങൾ കേരളത്തിന് മുഖ്യമന്ത്രി കാണുമെങ്കിൽ നിങ്ങൾ കേരളത്തിൽ തന്നെ ഇരുന്ന് കളിക്കണം. അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി പോലും ഉമ്മൻചാണ്ടിയുടെ പണ്ട ആളുകൾ ചോദിച്ചു നിങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് AICC ജനറൽ സെക്രട്ടറി ആയാൽ മതി. അത് ആകുകയും ചെയ്തു അവസാനം. അല്ല മുപ്പര് ഇവിടെ ആയിരുന്നല്ലോ. ഉമ്മൻചാണ്ടിക്ക് അത് അവിടെ പോയി ഉമ്മൻചാണ്ടിക്കൊന്നും ചെയ്യാം. കർണാൻ അവിടെ പോയി എന്ത് ചെയ്തു? ഒത്തിരി ചെയ്തില്ല. കർണാനോട് പാക്ക് ചെയ്താണ്. അപ്പൊ ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് പ്രധാനം. അപ്പോൾ ഇവിടത്തേക്കാണ് പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നോ നാളെയൊക്കെ ആയിട്ട് തീരുമാനം അറിയാൻ പറ്റും. പ്രിയങ്കയാണോ മറ്റാരെങ്കിലും ആണോ? പ്രിയങ്ക കുറച്ചും രാഹുലിന് ഈ തവണ ഇതിനെക്കാളും ഭൂരിപക്ഷം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഉണ്ടാവും. പ്രിയങ്കനെ കുറച്ചുകൂടി ഇന്ദിരാഗാന്ധി ഹാങ് ഓവർ ഉള്ള ഒരു സ്ഥലമാണ് കേരളം, എസ്പെഷ്യലി മലബാർ. ഈ പറഞ്ഞ ഈ വയനാട്, മലപ്പുറം ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ക്രിസ്ത്യൻ മുസ്ലിം ഏരിയ, ഒരു ഇന്ദിരാഗാന്ധി ഹാങ് ഓവർ ഉള്ള സ്ഥലമാണ്. അത് ശരി. അപ്പം അതുകൊണ്ട് പ്രിയങ്ക മാത്രമല്ല, പ്രിയങ്ക രാഹുലിനെക്കാട്ടും നല്ലൊരു MP ആയിരിക്കും. രാഹുൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പ്രിയങ്ക കുറച്ചും കൂടി ഇറങ്ങി ചെല്ലുന്ന ഒരാളാണ്. രാഹുൽ എനിക്ക് തോന്നുന്നു ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. ഇനി രാഹുൽ ഉത്തരേന്ത്യക്ക് അതിന് പറ്റിയൊരു സ്റ്റെഫാണ്. പിന്നെ ഈ കോൺഗ്രസ്സുകാർക്ക് എല്ലാ സമയത്തും ഈ പറയുന്ന വേളി ഉത്തരേന്ത്യ തന്നെയാണ്. ഇവിടെ നമ്മളതിൽ ഒരു സംബന്ധമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ വേളിയിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോഴാണ് ഇവിടെ വരുന്നത്. അത് വേളി തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ച് പണ്ട് ഇന്ദിരാഗാന്ധി മത്സരിക്കാൻ വന്നു. സോണിയാഗാന്ധി ആ സീറ്റിൽ മത്സരിച്ചു. അവര് ബെല്ലാരിയിൽ കർണാടകയിലാണ്. അപ്പൊ അതാണ് കോൺഗ്രസിന്റെ ഒരു സേഫ് ഹെമണാണ് ഇവിടെ. എന്നാൽ ഉത്തരവാദിത്വം ഒന്നും ഇല്ലാന്ന്. നമ്മളീ പറഞ്ഞ അത്യാവശ്യം ബോധം ബ്യൂറോ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിജയിപ്പിക്കുകയും ചെയ്യും. ഫാസിസത്തിനെതിരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്യും. പ്രിയങ്ക വന്നാലും ആനി രാജ തന്നെ ആയിരിക്കുമോ? ദേശീയ നേതാവ് എന്നാണ് ആനി രാജ സ്വയം പറയുന്നത്. എനിക്കതില്ല. ആ പാർട്ടിക്ക് അത്ര ആളുണ്ട് നോക്കിയിട്ടല്ല ദേശീയ നേതാവാണ്. ആനി രാജ ഒരു പക്ഷേ ഇവിടെ മത്സരിക്കരുതായിരുന്നു അല്ലേ? അല്ല, എവിടെയെങ്കിലും മത്സരിക്കണ്ടേ? ആനി രാജ അടുത്തവണ തൃശ്ശൂർ മത്സരിക്കും, അല്ല തിരുവനന്തപുരം മത്സരിക്കും. പക്ഷെ അനുകൂലമായിട്ടൊരു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ വരണം. അതെങ്ങനെ വരുമെന്ന് അറിയില്ല. പിന്നെ ഈ ആനി രാജ അങ്ങനെ വലിയ സ്റ്റാച്ചുള്ള നേതാവൊന്നല്ല. ബൃന്ദാ കാരാട്ടിന്റെ ഒക്കെ ഒരു മിനിയേച്ചറാണ്. ആ ബൃന്ദാ കാരാട്ടിനെ കോപ്പി ചെയ്യുന്ന ഒരാളാണ് എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നി. പൊട്ട് വരെ എനിക്കൊന്നും ബൃന്ദാ കാരാട്ടിന്റെ അതേ ടൈപ്പ് ഡൽഹിയിൽ അവർ JNUലൊക്കെ അത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ JNU പഠിച്ചാണോ? അല്ല, അവരിവിടെ പഠിച്ചല്ലേ. അവരുടെ മോള് JNU പഠിച്ചാന്ന് തോന്നുന്നു, അപരാജിത. അവരിവിടെ അവിടെ അന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അത് കൊള്ളാവുന്ന പ്രസംഗമൊന്നും ആയിരുന്നില്ല. ഹിന്ദി അത്യാവശ്യം അറിയാം, ഇംഗ്ലീഷ് വലിയ ഫ്ലുവൻ്റ് ഒന്നല്ല. ആ ബൃന്ദാ കാരാട്ടിന്റെ മോഡൽ സ്വയം മോഡൽ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അവരുടെ ഭർത്താവുണ്ട് രാജ, അയാളാണ് ജനറൽ സെക്രട്ടറി ഡി രാജ. അപ്പൊ രാജയാണെങ്കിൽ ഈ പറഞ്ഞ തന്നെ മാതിരി യെച്ചൂരിയായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഞാൻ പണ്ട് JNU പഠിക്കുമ്പോൾ അവിടെ ദേശാഭിമാനി പോകുമ്പോൾ രാജ അവിടെ വന്നിരിക്കുന്നു പത്രമൊക്കെ വായിച്ചിട്ട്. ദേശാഭിമാനി അപ്പൊ എന്നാ എനിക്ക് രാജനെ അറിയില്ലെന്ന്. അപ്പൊ എന്നെ അന്ന് ദേശാഭിമാനി സൈത്തേട്ടനെ മറ്റാണ് പോയത് ഡി രാജ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവർക്ക് JNUക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം ബഹുമാനം. അപ്പം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് സതീഷ് ചേട്ടനുണ്ട്. അപ്പം JNUവിൽ ഞാൻ ചേരാൻ പോയ സമയത്ത് സതീഷ് CPI നേതാവ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ് ആനി രാജ. പിന്നെ ആനി രാജ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ചായ ഒക്കെ ഉണ്ടായി തന്നില്ല. എനിക്ക് ഒരു നല്ല സ്നേഹമൊക്കെ നമുക്ക് ചായ ഒക്കെ ഉണ്ടായി തന്ന രീതിയാണ്. കാണുമ്പോൾ ഭയങ്കര സ്നേഹമൊക്കെയായിരുന്നു. അപ്പൊ അവര് ഈ രീതിയിൽ ഒരു പറഞ്ഞ ആളുകളെ കയ്യിലെടുക്കാൻ പിടിക്കുക. പക്ഷെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എനിക്ക് പലപ്പോഴും നോക്കിയിട്ട് അവര് ബൃന്ദാ കാരാട്ടിന്റെ സംസാര രീതി, ബൃന്ദാ കാരാട്ടിന്റെ അനുകരിക്കുന്നത് അവര് ഇൻസ്പയർഡ് ആണ് അവർ. രാജയാണെങ്കിൽ നമ്മുടെ യെച്ചൂരി ആയിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. പ്രകാശ് കാരാട്ട് പിന്നെ അങ്ങനെ അധികം സംസാരിക്കാൻ ടൈപ്പ്. യെച്ചൂരി എല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ് ജോബിയുടെ. അപ്പം അവർ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി. അവരിപ്പം പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ നിർത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇവിടുത്തെ ഏതെങ്കിലും ലോക്കൽ നേതാവൊക്കെ ആണെങ്കിൽ അവർ മതി. അത് അത്യാവശ്യം ഹിന്ദി ഉണ്ട്, അത്യാവശ്യം ഇംഗ്ലീഷ് ഉണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധി വയനാടിനെ കൈവിട്ടുപോയി, അല്ലെ കൈ വെടിഞ്ഞു, വയനാടിനെ ഉപേക്ഷിച്ചു, വയനാടിനെ പറ്റിച്ചു എന്നൊക്കെ ഉള്ളത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചുകൂടായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഒരു സാധ്യതയുണ്ട്. CPI സംബന്ധിച്ച് ആനി രാജേനെ അവർ രാജ്യസഭയിലേക്ക് അയക്കാനാണ് സാധ്യത ഭാവിയിൽ. രാജ്യസഭയിൽ അവർക്ക് ഈ ഹിന്ദിയൊക്കെ അറിയുന്നതുകൊണ്ട് അവർക്ക് മറ്റു പലരെക്കാളും അന്നേ ശോഭിക്കാനും പറ്റും. ഭാവിയിൽ ഒരു രാജ്യസഭ പറ്റി അവർക്ക് ലോക്സഭയിൽ ഇവിടെ നിന്നാ ജയിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. കാരണം ലോക്സഭയിലേക്കണ അവർ ക്രിസ്ത്യാനിയാണ്. പക്ഷെ ആ രീതിയിലൊരു ബന്ധം സഭയായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അച്ഛനൊക്കെ ഭയങ്കര പണ്ടത്തെ സഖാക്കളാണ്.
പണ്ടത്തെ സഹാക്കളെ സഭയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അല്ലല്ല. ഇവരെ സഹോദരൻ ജോസോ ജോസോ തോന്നുന്നു, കണ്ണൂർ CPI ഒരു സീറ്റ് ഉണ്ടല്ലോ, കുടിയേറ്റ മേഖലയിൽ അവിടെ മത്സരിച്ചു. അദ്ദേഹം അന്ന് ജയിക്കുമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അദ്ദേഹം തോറ്റുപോയി. ഇവര് പാർട്ടി കുടുംബമാണ് കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്, പാർട്ടി കുടുംബമാണ്. വയനാട് ഒരു ചോദ്യചിഹ്നമായിട്ട് സുരേന്ദ്രൻ മത്സരിക്കുന്നുള്ളതാണ്. സുരേന്ദ്രൻ മത്സരിക്കും, വീണ്ടും സുരേന്ദ്രൻ ഇനി മത്സരിക്കും, സാധ്യത എനിക്ക് തന്നെ. എത്ര പെർഫോമൻസ് അത്ര നന്നായിട്ടില്ല, എത്ര വോട്ടിംഗ് പെർസെന്റേജ് കൂട്ടിയെന്നു. പക്ഷെ തുഷാർ മത്സരിച്ചപ്പം കുറഞ്ഞ വോട്ടാണ് അത്. കുറഞ്ഞ വോട്ട് അദ്ദേഹം കൂട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് വോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കും അത്ര കിട്ടിയാൽ പോരാ അവിടെ. അതാണ് സുരേന്ദ്രൻ ഇനി അതിന് നിൽക്കുമെന്ന് തോന്നുന്നില്ല. അത് പിന്നെ അന്നത്തെ പ്രത്യേക സാഹചര്യം സുധാരണ അവിടെ പോയി. ഇനിയിപ്പോൾ ഞാനത് കൂടുതൽ ഡീൽ ചെയ്യുന്നില്ല, അപ്പോൾ അതിന്റെ വിവാദമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനും കൂടി അതിലേക്ക് പറയുന്നില്ല. അപ്പം സുരേന്ദ്രൻ മത്സരിക്കാൻ സാധ്യതയില്ല. എനിക്ക് പ്രഫുൽ കൃഷ്ണയൊക്കെ ആയിരിക്കും ചിലപ്പോൾ മത്സരിക്കുന്നത്.